السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീൻ പഠിക്കാൻ വേണ്ടി ഈ മസ്ജിദിലേക്ക് എത്തിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മദ്രസത്തു ശബാബ് വൽ കിബാർ മൂന്നാമത്തെ വിഷയമായി നമ്മൾ വെച്ചത് വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സെഷനാണ്. അതിനായി നാം തിരഞ്ഞെടുത്തത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന തൗഹീദിൻ്റെ ആയത്തുകളും ഹദീസുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ കേട്ടതുപോലെ തന്നെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതിൽ ഷെയ്ഖ് അവറുകൾ സ്വീകരിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഓരോ അധ്യായം തൗഹീദുമായി ബന്ധപ്പെട്ട തലക്കെട്ടുകൾ കൊടുക്കുകയും ആ തലക്കെട്ടുകളോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ഖുർആനിലെ ആയത്തുകൾ നൽകുകയും ഹദീസുകൾ കൊടുക്കുകയുമാണ് അദ്ദേഹം ആകെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഗവേഷണം നടത്തി അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ എവിടെയും നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുകയില്ല. മനുഷ്യരായ ആരുടെയെങ്കിലും സംസാരങ്ങൾ അഥവാ ഖുർആനിലോ ഹദീസിലോ അല്ലാത്ത വഹി അല്ലാത്ത വല്ല സംസാരങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് എങ്കിൽ അത് മുൻഗാമികളുടെ സംസാരങ്ങൾ മാത്രമായിരിക്കും. അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം, ചില അധ്യായങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ കിതാബ് ആത്മാർത്ഥതയോടുകൂടി പരിശോധിച്ച് നോക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ തൗഹീദിനോട് കടുത്ത അമർഷമുള്ള ആളുകൾ, അവർക്ക് ഇത്തരത്തിലുള്ള ഗ്രന്ഥം അത് വലിയൊരു തലവേദനയാണ്. ഈ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖുർആനിലെ തൗഹീദിൻ്റെ ആയത്തുകളും ഹദീസുകളിൽ തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്ന ഹദീസുകളും ആളുകൾ വായിച്ചു പോകും. അത്തരം തൽപര കക്ഷികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചൂഷണത്തിൻ്റെയും വഴികേടിൻ്റെയും മാർഗങ്ങൾ അടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കിതാബ് തൗഹീദ് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. അതിനായി ജനങ്ങളെ പറഞ്ഞു പേടിപ്പിക്കാൻ കിതാബ് തൗഹീദ് എന്നുള്ളത് ആളുകളെ കാഫിറാക്കുന്ന, മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു വിടുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം നാം ആമുഖത്തിൽ പറഞ്ഞു, അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഇറാഖിൽ വെച്ചായിരുന്നു. അവിടെ ഒരുപാട് ദർഗകളും ഖബറാരാധനയും കണ്ടപ്പോൾ അദ്ദേഹം ഖുർആനിലുള്ള ആയത്തുകളും സഹീഹായ ഹദീസുകളും എല്ലാം സമാഹരിച്ച് എഴുതിയ അധ്യായങ്ങളാണിത്. ഈ കിതാബ് തൗഹീദ് ഏറ്റവും മനോഹരമായി പഠിപ്പിക്കപ്പെട്ട ദർസുകൾ നടത്തപ്പെട്ട രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ശിർക്കിൻ്റെ ഒരു അടയാളങ്ങളും ബാഹ്യമായി പ്രകടമായി കാണാത്തൊരു രാജ്യമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. എവിടെയും നമുക്ക് പൊന്തി നിൽക്കുന്ന ജാറങ്ങൾ കാണാൻ സാധിക്കുകയില്ല. ആ നാട്ടിലെ മനുഷ്യരുടെ കൈകളിൽ ഉറുക്കുകളോ ഏലസുകളോ കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൽ പൂർണ്ണമായി ബരമേൽപ്പിക്കുന്ന, തവക്കുലാക്കുന്ന, ഏതൊരു കാര്യത്തിലും യാ അല്ലാഹ്, യാ റബ്ബ് എന്ന് വിളിക്കുന്ന തൗഹീദിൻ്റെ വാചകങ്ങൾ നമുക്ക് അവരുടെ നാവുകളിൽ നിന്ന് വരുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരം തൗഹീദിൻ്റെ അധ്യായങ്ങൾ, ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കപ്പെടാത്ത
നാടുകൾ എടുത്തു നോക്കൂ, അവിടെ ഖബറുകളും ദർഗകളും പല രൂപത്തിലുള്ള യഹൂദ നസ്രാണികളിനെ പിൻപറ്റിക്കൊണ്ടുള്ള അനാചാരങ്ങളും ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട് തന്നെ അതിൻ്റെ ഉദാഹരണമല്ലേ. എത്രയെത്ര ജാറങ്ങളും ദർഗങ്ങളുമാണ് കൂണുപോലെ ഇവിടെ മുളച്ചു പൊന്തിയിട്ടുള്ളത്. ആ ജാറ വ്യവസായങ്ങൾ അവസാനിച്ചു പോകും. ഖുർആനിൽ ഇത്തരത്തിലുള്ള ആയത്തുകൾ ജനങ്ങളുടെ ചെവികളിലേക്ക് നാം ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ, ഹദീസുകളിലുള്ള ശിർക്കിനെതിരെയുള്ള താക്കീതുകൾ അവരെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് കിതാബു തൗഹീദ് എന്ന് പറയുന്നത് വലിയ തലവേദനയാണ്. ജനങ്ങൾക്ക് മുമ്പിൽ പുകമറ സൃഷ്ടിച്ചു കളയും. അങ്ങോട്ട് അടുക്കരുത്, പോകരുത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ തൗഹീദിൻ്റെ സിംഹഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് നിങ്ങൾ വായിക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഖുർആൻ ഓതിക്കൊണ്ട് പരിവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കേൾക്കരുത് എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി മറയിടുന്ന ആളുകളുടെ അതേ പണിയാണ് യഥാർത്ഥത്തിൽ കിതാബ് തൗഹീദിനെതിരെ സംസാരിക്കുന്ന ആളുകൾ നടത്തി വരുന്നത്. ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് അവർ തടയുന്നത്? ഒരധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. ആ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ അദ്ദേഹം ഇമാം ബുഖാരി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അനുധാവനം ചെയ്തുകൊണ്ട് ഒരു മുഖദ്ദിമ പോലും വെക്കാതെ ഈ കിതാബ് ഇന്നതിനാണ് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ബാബു ഖൗലില്ലാഹി തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അള്ളാഹു അവനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം തന്നെ നേരെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഖുർആനിലെ ആയത്താണ്. ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? അള്ളാഹു മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചത് അവരെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇതിന് മറ്റെന്ത് അർത്ഥമാണ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക? അതോടൊപ്പം അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് എന്നതിൽ നിന്ന് കിട്ടുമോ? അതോടൊപ്പം സാലിഹീങ്ങളെ ബഹുമാനിക്കുക എന്നുള്ള പേരിൽ അവരുടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അവരോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നീ ആയത്തിൽ നിന്ന് കിട്ടുമോ? ഇല്ല. മറിച്ച് ഈ ആയത്തുകൾ അത്തരത്തിലുള്ള സകല ശിർക്കൻ വാദങ്ങളെ തകർത്തെറിയുന്നതാണ്. ഇതാണ് ഇവരുടെ ബേജാറ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്നതിന്റെ തഫ്സീർ നമ്മൾ വായിച്ചു കേട്ടതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ തഫ്സീർ. ഖുർആനിൽ എവിടെയല്ല ഇബാദത്ത് എന്ന് നിങ്ങൾ കണ്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. കാരണം ഇബാദത്താകുന്നത് തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ അത് ഇബാദത്ത് എന്ന് പറയുകയില്ല, അത് ശിർക്കായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൽ നിന്നും ജനങ്ങളെ തടയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള, തൗഹീദ് സ്ഥാപിച്ചുകൊണ്ടുള്ള, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അവൻ ഏകനാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ആയത്തുകളെയാണ് അവർ യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കിതാബ് നമ്മളത് വായിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇത് രചിച്ചിട്ടുള്ളത്. അതല്ലാതെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം പഠിക്കേണ്ട ഒരു കിതാബല്ല. മുഴുവൻ സാധാരണക്കാരും മനസ്സിലാക്കിയിരിക്കേണ്ട തൗഹീദിൻ്റെ ചെറുതും വലുതുമായ പാഠങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം പ്രധാനപ്പെട്ട വിഷയങ്ങൾ, തൗഹീദും ഷിർക്കിൻ്റെയും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് ആദ്യം അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ തൗഹീദ് നിർബന്ധമാണ്. നമ്മൾ പറഞ്ഞു അതിനൊരു അധ്യായത്തിന് പേര് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാബു വുജൂബി തൗഹീദ്, തൗഹീദ് നിർബന്ധമാണെന്ന് അറിയിക്കുന്ന അധ്യായം. കാരണം പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന തൗഹീദ് നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളുമാണ്. അങ്ങനെ പിന്നീട് രണ്ടാമത്തെ അധ്യായത്തിൽ തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും തൗഹീദ് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ യാതൊരു വിചാരണയും കൂടാതെ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അറിയിക്കുന്ന തെളിവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ അധ്യായം. ഷിർക്കിനെ ഭയക്കണം, അത് ഗൗരവമുള്ള പാപമാണ് എന്നറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാലാമത്തെ അധ്യായം. ഇങ്ങനെയാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൗഹീദിൽ നിന്നും തെറ്റിപ്പോകുന്ന
ഒരുപാട് സംസാരങ്ങളിൽ വരുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ വരുന്ന ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് കൊടുക്കുകയാണ്. അത് മുഴുവൻ ജനങ്ങളും സഹോദരങ്ങളെ ശരിക്കും വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് കേട്ടല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ തൗഹീദാണ്. നമ്മുടെ കർമ്മങ്ങളിൽ ഒന്നും റബ്ബിനെ പങ്കു ചേർക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളറിയാതെ ഉരുവിടുന്ന വാക്കുകളിൽ പോലും അതുണ്ടാകാൻ പാടില്ല. പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് റബ്ബിൻ്റെ തൗഹീദ് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരാം. ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ്. ബാബു ഫദ്ലി തൗഹീദ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന അധ്യായം. തൗഹീദ് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന കണക്കാക്കാനാവാത്ത നേട്ടങ്ങളെക്കുറിച്ച് അറിയിച്ചു തരുന്ന അധ്യായം. അതുപോലെ വമാ യുകഫിറു മിനദ്ദുനൂബ്, തൗഹീദ് പാപങ്ങളെല്ലാം തന്നെ മായ്ച്ചു കളയും എന്നറിയിക്കുന്നതുമായ അധ്യായം എന്നാണ് അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഈ പറയുന്ന ആശയത്തെ തഹ്ഖീഖ് ചെയ്യാൻ, അതിനെ വ്യക്തമാക്കി നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് തെളിവുകൾ സഹോദരങ്ങളെ ഈ ആയത്തിൽ കൊടുത്തിട്ടുണ്ട്. 5 തെളിവുകളാണ് അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ തെളിവായി സഹോദരങ്ങളെ അദ്ദേഹം കൊടുക്കുന്നത് വഖൗലില്ലാഹി തആല അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന സൂറത്തുൽ അൻആമിലെ ആയത്താണ്. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിളുൽ, വിശ്വസിച്ചതിന് ശേഷം പിന്നീട് ആ വിശ്വാസത്തിൽ ഒരു ദുൽമും അവർ കലർത്തിയിട്ടില്ല. ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിലായിട്ടുള്ള സന്മാർഗം കൈവരിച്ചിട്ടുള്ള ആളുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണം അത് തൗഹീദാണ്. ആ തൗഹീദ് ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റനേകം കാരണങ്ങൾ നമ്മൾ ചെയ്താലും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വ്യത്യസ്ത ഹദീസുകളിൽ കാണുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇന്നത് ചെയ്താൽ സ്വർഗത്തിൽ ഇന്നത് കിട്ടും. വളരെ എളുപ്പമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ വായിക്കുന്ന ആളുകളാണ് നമ്മൾ. വുളു എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായി വുളു എടുത്തിട്ട് ആ വുളുവിന് ശേഷം അതിൻ്റെ പ്രാർത്ഥന ഒരാൾ പറഞ്ഞാൽ സ്വർഗത്തിൽ അവന് പ്രവേശിക്കാം. അതിൻ്റെ 8 കവാടങ്ങളിൽ ഏതിലൂടെ പ്രവേശിക്കാനാണോ അവൻ ഉദ്ദേശിക്കുന്നത് അവന് പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമല്ലേ, ഒരു വരി പോലും ഇല്ലാത്ത ഒരു ദുആയല്ലേ നമുക്ക് പറയാനുള്ളൂ. ദിനേനയുള്ള 5 നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായിട്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ അത് കൃത്യമായി പാലിച്ചാൽ സ്വർഗത്തിൽ ഭവനമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചില്ലേ. ഇങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ, ദിക്റുകളെ കുറിച്ച് ഫദ്ലുകൾ പറയുമ്പോൾ അത് സ്വർഗത്തിലെ നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയുള്ള പല ദിക്റുകളെ കുറിച്ചും സ്വർഗത്തിൽ കിട്ടുന്ന അതിൻ്റെ നേട്ടത്തെക്കുറിച്ച്, സ്ഥാനത്തെക്കുറിച്ച്, പദവികളെക്കുറിച്ച്, പരീക്ഷണങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിട്ടുന്ന പദവികളെക്കുറിച്ച് ഹദീസുകളിലും ആയത്തുകളിലും നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷേ സഹോദരങ്ങളെ, തൗഹീദ് ഒരാളിലില്ല എങ്കിൽ ഈ പറയുന്ന ഒരു കാരണം കൊണ്ടും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതാണ് തൗഹീദിൻ്റെ ഫദ്ൽ എന്ന് പറയുന്നത്. തൗഹീദിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നതാണ്. തൗഹീദ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ കാരണമാണ്. ഈ കാരണമില്ലാതെ മറ്റേത് കാരണങ്ങൾ ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നാലും ആ കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അയാളുടെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ അത് തൂക്കമുള്ളതാക്കണമെങ്കിൽ അയാൾക്ക് തൗഹീദ് അയാളുടെ നന്മകളുടെ തുലാസിൽ ആദ്യം വേണം. അല്ലെ, നന്മകൾക്കും തിന്മകൾക്കും 2 തുലാസുണ്ട് എന്നാണ്, മീസാനുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരു തട്ടിൽ തൂക്കുന്നതാണ്, നമ്മൾ ചെയ്യുന്ന തിന്മകൾ മറ്റേ തട്ടിൽ തൂക്കുന്നതാണ്. പക്ഷെ നന്മയുടെ തട്ടിൽ എല്ലാ നന്മകളും നമ്മൾ ചെയ്തു, തൗഹീദ് എന്ന് പറയുന്ന നന്മ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ നന്മയുടെ തട്ടിൽ ഒരു ദിക്റ് പോലും തൂങ്ങുകയില്ല.
ഒരു ദുആ പോലും അത് സ്വീകരിക്കപ്പെട്ടതായി കാണുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ തട്ടിൽ നീ ചെയ്യുന്ന ഒന്നും പരിഗണിക്കുകയില്ല. അതിൻ്റെ തട്ടിൽ തൗഹീദ് ആദ്യം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തൗഹീദ് ഉണ്ടെങ്കിൽ ഈ തൗഹീദിന് സഹോദരങ്ങളെ നിന്റെ ഇപ്പുറത്തെ തട്ടിലെ തിന്മയുടെ തട്ടിലെ പാപങ്ങളെ മായ്ച്ചു കളയാൻ സാധിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഫദ്ലാണ്, തൗഹീദിൻ്റെ പ്രാധാന്യമാണ്. ആ തൗഹീദ് നന്മയുടെ തട്ടിലില്ലാത്തവന് ഈ തിന്മകൾ എത്ര നിസ്സാരമായ തിന്മയാണ് അവൻ്റെ തിന്മയുടെ തട്ടിലുള്ളത് എങ്കിൽ പോലും അത് അല്ലാഹു തആല മായ്ച്ചു തരികയില്ല. എന്നാൽ ഭൂമി നിറയെ ആകാശം മുട്ടെ തിന്മകൾ ഒരാൾ ചെയ്തു, തൗഹീദ് എന്ന നന്മ അയാളുടെ നന്മയുടെ തട്ടിലുണ്ട് എങ്കിൽ ഈ തൗഹീദ് കൊണ്ട് ഈ തിന്മകളെല്ലാം മായ്ക്കാൻ മതിയായതാണ്. തൗഹീദിന് ഇതിനേക്കാൾ എന്തു വലിയ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഈ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 5 തെളിവുകൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായി കൊടുത്ത തെളിവ് നമ്മൾ ആയത്ത് ഓതി, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും കൃത്യമായി വിശ്വസിച്ചു. വലം യൽബിസു ഈമാനഹും ബിദുൽ, പിന്നീട് അവരുടെ വിശ്വാസത്തിൽ അവർ ളുൽമ് കലർത്തിയില്ല. എന്താണ് ഇവിടെ ളുൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാഷാപരമായി അതിൻ്റെ അർത്ഥം ഒരു കാര്യം അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനർഹമായ എല്ലാ കാര്യങ്ങളും ദുൽമാണ്. ഒരാളുടെ സമ്പത്ത് അന്യായമായി മോഷ്ടിക്കുക ദുൽമാണ്. അള്ളാഹു നിക്കാഹിലൂടെ മാത്രമേ സ്ത്രീകളെ ബന്ധപ്പെടാൻ അനുവാദം നൽകിയിട്ടുള്ളൂ. അതല്ലാത്ത രൂപത്തിൽ അവർ ബന്ധപ്പെട്ടാൽ അത് ദുൽമാണ്, അക്രമമാണ്, വ്യഭിചാരം എന്നതിനെ പറയും. ഏത് കാര്യത്തിലാകട്ടെ, അനർഹമായിട്ടുള്ള സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം ദുൽമാണ്. എന്നാൽ അങ്ങനെയുള്ള ഇനി വാക്കാകട്ടെ, ഒരാളോട് അന്യായമായി പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു, അത് അയാളുള്ള ദുൽമാണ്. അയാൾക്ക് കൊടുക്കേണ്ട കാര്യം കൊടുത്തിട്ടില്ല, അതിൽ വീഴ്ച വരുത്തി. ഇങ്ങനെ ദുൽമുകൾ അനവധിയാണ്, ധാരാളം ദുൽമുകളുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ദുൽമ ഏത് ദുൽമാണ്? ഈ ആയത്ത് ആദ്യമായി കേൾക്കുന്ന സമയത്ത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽ എന്നിറങ്ങിയപ്പോൾ, ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ദുൽമു ചെയ്താൽ അവൻ്റെ കാര്യം കഷ്ടത്തിലായി പോകും, അമ്നും ഹിദായത്തും ഇല്ലാതായി പോകും, നിർഭയത്വം സന്മാർഗവും ഇല്ലാതായി പോകും എന്ന ഈ ആയത്ത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അയ്യുന ലംന യദ്ലിം, നമ്മളിൽ ആരാണ് ഒരക്രമവും ചെയ്യാത്ത ആളുകളായിട്ടുണ്ടാവുക? ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്ന ദുൽമ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്ത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം. അഥവാ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള ദുൽമ് ഷിർക്കാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഐ ബിശ്ശിർകിൻ, അവന്റെ വിശ്വാസത്തിൽ ഷിർക്ക് കലരാത്തവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ അത് മനസ്സിലാക്കുക. ബുഖാരിയും മുസ്ലിമും തന്നെ ഈ ഹദീസ് മറ്റ് റിവായത്തിൽ വന്നിട്ടുണ്ട്. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന ലാ യദ്ലിം നഫ്സഹു, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദുൽമും ചെയ്യാത്തതായിട്ടുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, ലൈസ കമാ തഖൂലൂൻ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ബിശ്ശിർക്ക്, നിങ്ങൾ പറയുന്നത് പോലെയല്ല ഇവിടെയുള്ള ദുൽം, മറിച്ച് അവലം തസ്മഉ ഇലാ ഖൗലി ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, മോനെ നീ ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്, ആ അക്രമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ തൗഹീദ് നമ്മൾ പറഞ്ഞു നിർബന്ധമാണ്. ആ തൗഹീദ് നമ്മളിലുണ്ട്. നമ്മുടെ തൗഹീദിൽ ഒരു ശിർക്കും കലർന്നിട്ടില്ല, വലുതും കലർന്നിട്ടില്ല, ചെറുതും കലർന്നിട്ടില്ല എങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് അമ്നുണ്ട്, നിർഭയത്വമുണ്ട്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികളായ, സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലഹുമുൽ അംൻ എന്ന് പറഞ്ഞതിന് പല പണ്ഡിതന്മാരും വിശദീകരണം പറഞ്ഞു, അൽ മുറാദു ബിഹി അൽ അംനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ നിർഭയത്വം ഉണ്ടാകും. എല്ലാവരും ബേജാറാകുന്ന രംഗങ്ങളുണ്ട്, ഖബർ മുതൽ അങ്ങോട്ട്, അവിടെ അവൻ ബേജാറുണ്ടാവുകയില്ല തൗഹീദുള്ള കാരണത്താൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമാധാനം നൽകുന്നതായിരിക്കും.
വഹും മുഹ്തദൂൻ, അവർ ദുനിയാവിൽ സന്മാർഗ പാതയിലായിരിക്കും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഹാദാ ഫി ദുനിയ, സന്മാർഗം അത് ദുനിയാവിലാണ്, അംന് ആഖിറത്തിലാണ്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ തഹ്ഖീഖ് ചെയ്തു പറഞ്ഞു, എന്നാൽ അംനും ഹിദായത്തും രണ്ടും ദുനിയാവിലുണ്ട് ആഖിറത്തിലുണ്ട്. ദുനിയാവിലും അവന് സുരക്ഷ ഉണ്ടാകും, നിർഭയത്വം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് നിർഭയത്വം നൽകുക. മുസ്ലിം ഉമ്മത്ത് നിർഭയത്വം ആഗ്രഹിക്കുന്നു. ശത്രുക്കളുടെ കരാള ഹസ്തങ്ങൾ നമ്മിലേക്ക് എത്തുന്നു എന്ന് പേടിക്കുമ്പോൾ അതിനെ മുസ്ലിം ജമാഅത്തുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രക്ഷോഭ പരിപാടികൾ നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ അതിന് പരിഹാരം നൽകിക്കൊള്ളണമെന്നില്ല. കാരണം അത് വളരെ ദുർബലമായ ഒരു സബബ് മാത്രമാണ്. ഏറ്റവും ശക്തമായ സബബ് അമ്ന് ലഭിക്കാനുള്ള കാരണം അത് തൗഹീദാണ്. ആളുകളിലേക്ക് തൗഹീദ് ധാരാളമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഖബറുകൾ കാണുമ്പോൾ നമുക്ക് ബേജാറാവുക, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായം ഈ നാട്ടിൽ ലഭിക്കുക, ഈ ഉമ്മത്ത് ലഭിക്കുക? ഇവിടെ ഖബറുകൾ ആരാധിക്കപ്പെടുന്നു. ആളുകൾ റബ്ബിൽ ബരമേൽപ്പിക്കേണ്ടതിന് പകരം ജാറങ്ങളിലുള്ള ഔലിയാക്കളെ ബരമേൽപ്പിക്കുന്നു, മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ബരമേൽപ്പിക്കുന്നു. കേവലം മുറുക്കുകളിലും ഏകസുകളിലും ആളുകൾ അഭയം തേടുന്നു. അള്ളാഹു എങ്ങനെയാണ് ഈ നാടിന് നിർഭയത്വം നൽകുക? ശത്രുക്കൾക്ക് നമ്മുടെ മേൽ എങ്ങനെയാണ് ആധിപത്യം നൽകാതിരിക്കുക? നമുക്ക് അങ്ങനെയാണ് ബേജാറാവേണ്ടത്. കാരണം അല്ലാഹു തആല അമ്നിനുള്ള, നിർഭയത്വത്തിനുള്ള രക്ഷയായി പറഞ്ഞിട്ടുള്ളത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽം. അവരുടെ വിശ്വാസത്തിൽ ദുൽമ് കലരാൻ പാടില്ല, ശിർക്ക് കലരാൻ പാടില്ല. ദുനിയാവിൽ അവന് നിർഭയത്വമുണ്ട്, സമാധാനമായി ജീവിക്കാം. നാളെ ആഖിറത്തിൽ ഖബർ ജീവിതം മുതൽ അങ്ങോട്ടുള്ള ഉഖ്റവിയായ ജീവിതത്തിലും അവൻ നിർഭയത്വമുണ്ട്. അതുപോലെ ഹിദായത്തിലാണ്. ദുനിയാവിൽ അവൻ സന്മാർഗത്തിലാകണമെങ്കിൽ അവൻ എന്തു വേണം? സഹോദരങ്ങളെ, തൗഹീദ് വേണ്ടതുണ്ട്. ആഖിറത്തിലും അവൻ സന്മാർഗികളുടെ കൂട്ടത്തിൽ അവൻ സഞ്ചരിക്കാൻ സാധിക്കും. അവൻ്റെ തൗഹീദ് അവൻ വെളിച്ചമാകുന്നതാണ്. സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ മഹ്ശറിൽ എല്ലായിടത്തും ഈ തൗഹീദ് ഉണ്ടെങ്കിൽ അത് അവൻ്റെ ഹിദായത്താണ്, അവന് വെളിച്ചമാണ്. അതാണ് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ തൗഹീദ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്, എല്ലാത്തിനെയും പേടിയായിരിക്കും. അവരുടെ നിഴൽ തന്നെ പേടിയായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവർക്ക് ഹൗഫ് സിറായിരിക്കും, മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ പേടി എപ്പോഴും ഉണ്ടായിരിക്കും. അത്തരക്കാരെ കാണാൻ സാധിക്കും. നമ്മൾ പറയാൻ ഈ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അയാളുടെ പൊരുത്തക്കേട് തട്ടും, പേടിയാണ്, മനസ്സ് പേടിയാണ്. ഉറുക്ക് കെട്ടാൻ പാടില്ല, പേടിയാണ്. സാഹിറന്മാരുടെ അടുത്ത് പോകാൻ പാടില്ല, അത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുമ്പോൾ പേടിയാണ്. അയാൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കളയും. ജിന്നുകളെ പേടി, മലക്കുകളെ പേടി, ഇങ്ങനെ എല്ലാത്തിനും അവന് പേടിയായിരിക്കും. അള്ളാഹു അല്ലാത്ത മുഴുവൻ പടപ്പുകളെ പേടിയായിരിക്കും. അള്ളാഹുവിന് മാത്രം പേടി ഉണ്ടാവുകയില്ല. അവർക്ക് നിർഭയത്വമില്ല. അവർക്കൊരു രാജ്യം ഒരുക്കുന്ന മുഴുവൻ രക്ഷയും അതുപോലെയുള്ള അവർക്കുള്ള പ്രൊട്ടക്ഷനും നൽകിയാലും സംരക്ഷണം നൽകിയാലും ഹൃദയത്തിൽ പേടിയായിരിക്കും. അപ്പോഴും ആ പേടി മാറില്ല, അമ്ന് അവരുടെ ഹൃദയത്തിൽ എത്തുകയില്ല. നമുക്ക് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ഉണ്ടെങ്കിൽ ആരവനെതിരെ തിരിഞ്ഞാലും ആ തൗഹീദ് അവന് രക്ഷയാണ്, അവന് സമാധാനമായിരിക്കും. ആരവനെ എന്നെ എതിരെ തിരിഞ്ഞാലും, എന്ത് ജീവജാലങ്ങൾ എന്നെതിരെ തിരിഞ്ഞാലും അവനത് പേടി ഉണ്ടാക്കുകയില്ല. അത് തൗഹീദ് കൊണ്ടുണ്ടാകുന്ന നിർഭയത്വമാണ് സഹോദരങ്ങളെ. അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി ഇവിടെയുള്ള അമ്ന്, ഇവിടെ ഈ പറയുന്ന അമ്ന്, നിർഭയത്വം എന്ന് പറയുന്നത് അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൽ അംനു താം, പൂർണ്ണമായ നിർഭയത്വം എന്ന് പറയും. അമ്ന് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൽ അംനു താം, പൂർണ്ണമായ നിർഭയത്വം എന്ന് പറയും. അത് തൗഹീദ് പൂർണ്ണമായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരാൾ സാക്ഷാത്കരിച്ചാൽ ലഭിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അയാൾ തൗഹീദിനെതിരായ ഒരു കാര്യം ചെയ്യുകയില്ല. ഷിർക്ക് വലുതും ഉണ്ടാവുകയില്ല, ചെറുതും ഉണ്ടാവുകയില്ല. തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടാകും. കാരണം തിന്മകളെന്ന് പറയുന്നത് തൗഹീദിനുണ്ടാകുന്ന കുറവ് തന്നെയാണ്. അത് തൗഹീദിനെ പൊളിച്ചു കളയുന്ന തിന്മകളുണ്ട്, പൊളിച്ചു കളയാത്ത തിന്മകളും തൗഹീദിൻ്റെ വെളിച്ചം പ്രഭ കെടുത്തി കളയുന്ന തിന്മകളാണ്. അങ്ങനെയുള്ള തിന്മകൾ അത് കുറയുകയും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അഫൂ ലഭിക്കുകയും ചെയ്ത ആളുകൾ അവർ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. അവർക്ക് നരകത്തിൻ്റെ ഒരു തീ പോലും ഏൽക്കേണ്ടി വരികയില്ല.
അവർക്കാണ് അൽ അംനു താം, പൂർണ്ണമായ നിർഭയത്വമുള്ള ആളുകൾ. അള്ളാഹു അക്കൂട്ടൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തത് സഹോദരങ്ങളെ, അവർക്ക് പൂർണ്ണമായ അമ്നില്ല, അവർക്ക് കുറഞ്ഞ അമ്നാണുള്ളത്. അഥവാ തിന്മകൾ നന്മകളെക്കാൾ കൂടുകയും, തൗഹീദുണ്ട് പക്ഷേ തിന്മകൾ നന്മകളെക്കാൾ കൂടുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫു ചെയ്യാതെ പുറത്തു തരാതെ ബാക്കിയാകുകയും ചെയ്താൽ ആ തിന്മകൾക്കനുസരിച്ച് അവന് നരകത്തിൽ അത്രയും കാലം ജീവിക്കേണ്ടി വരും. പക്ഷെ അവർക്കൊരു അമ്നുണ്ട്. എന്താണ് അവർക്ക് അമ്നുണ്ടെന്ന് പറഞ്ഞത്? അവർ ശാശ്വതരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയില്ല. ആ നിർഭയത്വം അപ്പോഴും തൗഹീദുള്ളതിൻ്റെ പേരിലുണ്ട്. സഹോദരങ്ങളെ, നമുക്കതിൽ ആദ്യത്തെ അമ്നാണ് ആവശ്യം. അല്ല അമ്നു എത്താം. കാരണം നരകത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതാണ് രണ്ട് രൂപത്തിൽ അമ്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് അദാബുൽ ഖുലൂദ്, രണ്ട് അദാബുൽ ദുഖൂൽ. അദാബുൽ ഖുലൂദ് എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. കുഫാറുകൾ, മുനാഫിക്കുകൾ, മുശ്രിക്കുകൾ, അവർക്ക് നരകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ അദാബുൽ ദുഖൂലാണ്, അയാൾ പ്രവേശിക്കും നരകത്തിൽ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവരെ പുറത്തു കൊണ്ടുവരുന്നതാണ്. ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം അല്ല, ഒരു ചെറിയ തൂക്കം, നിസ്സാരമായൊരു തൂക്കം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ തെളിവായി അദ്ദേഹം കൊടുക്കുന്നത് തൗഹീദിൻ്റെ ഫദ്ലും അത് പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യും എന്നറിയിക്കുന്ന രണ്ടാമത്തെ തെളിവ് അദ്ദേഹം കൊടുക്കുന്നു. അൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഖാൽ. ഉബാദത്ത് ബിൻ സാമിത്ത് എന്ന് പറയുന്ന മഹാനായ സഹാബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹാ ഇലാ മർയം വറൂഹും മിൻഹു വൽജന്നത്തു ഹഖ് വന്നാറു ഹഖ് അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ അഖ്റജാഹു. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണിത്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. നേരത്തെ അർബഊനിൻ്റെ ദർസിൽ നമ്മൾ കേട്ടു എന്താണ് ഷഹിദ, ഷഹാദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഷഹാദത്ത് അവൻ ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, അവൻ്റെ ഖൽബ് കൊണ്ട് അതിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ വിശ്വസിക്കണം. 2, അത് നാവ് കൊണ്ട് അവൻ ഏറ്റുപറയണം. 3, അവൻ്റെ ജീവിതത്തിൽ അതിനെതിരാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ പൊളിച്ചു കളയാനും പാടില്ല. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ ഒരു കാര്യത്തിന് ശർഈയായ ഷഹാദത്ത്, സാക്ഷ്യം വഹിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. മലയാളത്തിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏറെ കുറഞ്ഞു പോയി. ഒരാളൊന്ന് കണ്ടാൽ മലയാളത്തിൽ സാക്ഷ്യം വഹിക്കലാണ്, ഒരാൾ അറിഞ്ഞാൽ അതിന് സാക്ഷ്യം വഹിക്കണം. പക്ഷെ ഇതത് പോരാ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ശരിയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയ ആളാണ് അബൂ താലിബ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്നും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ കവിതകളിൽ മുഹമ്മദിൻ്റെ ദീനാണ് ദീനുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദീൻ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ ഇതാണ് ഏറ്റവും ഖൈറായത്, ബാക്കിയെല്ലാം ബാത്തിലാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ മരിക്കുന്നത് വരെ അദ്ദേഹം നാവ് കൊണ്ടത് ഏറ്റുപറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം കാഫിറായിട്ടാണ് മരിച്ചുപോയത്. കേവലം മനസ്സുകൊണ്ടുള്ള തിരിച്ചറിവ് മതിയാവുകയില്ല, അത് നാവ് കൊണ്ട് ഏറ്റുപറയണം. ജീവിതത്തിൽ അതിനെ പൊളിച്ചു കളയുന്ന പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹ് ബാങ്ക് വിളിക്കുക, ശേഷം കബറിലേക്ക് പോയി യാ അല്ലാഹ് എന്ന് വിളിക്കുന്നതിന് പകരം യാ മഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുക, മൊയ്തീൻ ഷെയ്ഖേ എന്ന് പറഞ്ഞ് വിളിക്കുക, മമ്പുറം തങ്ങളെ എന്ന് പറഞ്ഞ് വിളിക്കുക, CM മടവൂരെ എന്ന് പറഞ്ഞ് വിളിക്കുക. ഇത് അവൻ്റെ ഷഹാദത്തിന് ഉടനടി പൊളിക്കുന്ന കാര്യമാണ്. അവൻ്റെ ഷഹാദത്ത് അപ്പോൾ അത് ഷഹാദത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ആരാണ് ശരിയായ ഷഹാദത്ത് കൊടുക്കുന്നത്? ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. സത്യത്തിന് ഷഹാദത്ത് കൊടുക്കുന്ന വഹും യഅലമൂൻ. ഇൽമ് അത്യാവശ്യമാണ്, അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അർത്ഥം അറിയാത്ത
ഒരാൾക്ക് ഷഹാദത്ത് ശരിയാവുകയില്ല. ഒരാളെ വിചാരം അങ്ങനെയാണ് ഇവിടെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവനാണ് നമ്മെ പടച്ച് നമ്മൾ പരിപാലിക്കുന്നതൊക്കെ റബ്ബാണ്, വേറെ ദൈവമൊന്നും ലോകത്തില്ല, അള്ളാഹു മാത്രം തന്നെയാണ് ദൈവം, ബാക്കിയുള്ള മതങ്ങളുടെ ദൈവങ്ങളൊക്കെ തെറ്റാണ്, ഇതൊക്കെ അവൻ പറയും. പക്ഷേ അതിനർത്ഥം അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇബാദത്തായ കാര്യങ്ങൾ, അത് അവന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും അവനോടല്ലാതെ അപേക്ഷിക്കപ്പെടാൻ തേടാൻ പാടില്ല എന്ന കാര്യം ഒരാൾക്ക് അറിയില്ലെങ്കിൽ അത് തെറ്റായ രൂപത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അവൻ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ എന്ന ഗണത്തിൽ പെടുകയില്ല. അവൻ ആ ആ കാര്യത്തെക്കുറിച്ച് ജാഹിലാണ്, അവൻ യാതൊരു അറിവുമില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. അല്ലാഹു തആല പറഞ്ഞല്ലോ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ മനസ്സിലാക്കണം അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് നീ ഇൽമ് നേടണം. ഫഅലം, നീ ഇൽമ് നേടണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് അവസ്ഥ എന്തായിരിക്കും? നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കണം. എന്നാലാണ് അതിൻ്റെ അർത്ഥം അറിയുകയുള്ളൂ. അതെന്താണെന്ന് പഠിച്ചപ്പോഴാണ് പലർക്കും അവർ ബാങ്കുകളിൽ കേട്ട ഷഹാദത്തിൻ്റെ അർത്ഥം എന്താണ്, അവർ നാവ് കൊണ്ട് ഇടയ്ക്കിടെ പറഞ്ഞ ഷഹാദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത്. ജാറങ്ങളിൽ പോകുന്ന ആളുകൾക്ക്, ഖബറുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അവർ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവരുടെ ഷഹാദത്തായിട്ടില്ല. അവർ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. പലതും ആരാധിക്കപ്പെടുന്നു, പക്ഷെ അതെല്ലാം നിരർത്ഥകമായ ബാത്തിലായ അർഹതയില്ലാത്ത ആരാധ്യന്മാരാണ്. അർഹതയുള്ള ആരാധ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. അതിനുശേഷം സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ നിങ്ങൾ കാണുന്ന എപ്പോഴും നമ്മൾ ചൊല്ലുന്ന കാര്യമാണല്ലോ വഹ്ദഹു ലാ ശരീക ലഹു. രണ്ട് കാര്യമാണ്. വഹ്ദഹു, അവൻ മാത്രം എന്ന് പറയുന്നത് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇസ്ബാത്തായ റുക്നിൻ്റെ, അഥവാ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നറിയിക്കുന്ന അതിൻ്റെ ഘടകത്തെ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സകല ഇലാഹുകളെയും തള്ളിക്കളയുന്ന റുക്കിനാണത്, നഫിയാണ്, ഒരു ഇലാഹുമില്ല. ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനായിട്ടുള്ളൂ എന്ന് പറയുന്ന ഇസ്ബാത്തിൻ്റെ റുക്കിനാണ്. ആ രണ്ടാമത് പറഞ്ഞ ഇസ്ബാത്തിൻ്റെ റുക്കിനെ സ്ഥിരപ്പെടുത്തുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്നതിനെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് വഹ്ദഹു എന്ന് പറയുന്നത്. ലാ ശരീക ലഹു എന്ന് പറയുന്നത് ലാ ഇലാഹ എന്ന് പറയുന്ന കാര്യത്തെ ഉറപ്പിച്ച് പറയുന്ന, തഅക്കീദ് ചെയ്യുന്ന കാര്യമാണത്. കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കും ലാ ശരീക ലഹു, യാതൊരു പങ്കാളിയുമില്ല. ലാ ഇലാഹ എന്ന് പറയുന്നത് തന്നെ ഉറപ്പിച്ച് പറയും. നമുക്ക് തൗഹീദ് എത്ര ഉറപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല. എന്നിട്ടും വഹ്ദഹു, അവൻ മാത്രം, ലാ ശരീക ലഹു, യാതൊരു പങ്കുകാരനുമില്ല. ആ രണ്ട് റുക്നുകളെയും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തൗഹീദ് അത്രയും ഊട്ടി ഉറച്ച് പഠിക്കണം, മനസ്സിലാക്കണം എന്നതിൽ നിന്നെല്ലാം നമുക്ക് പാഠങ്ങളുണ്ട്. വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്നാണ്. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട, അവിടുത്തോടുള്ള വിശ്വാസത്തിലുള്ള വൈകല്യങ്ങളെല്ലാം തകർത്ത് കളയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. അവിടുന്ന് അബ്ദാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. അവിടുന്ന് അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ വഴിപഴച്ചു പോയ ഗുലാത്തുകളായ, അവിടുത്തെ വിഷയത്തിൽ അതിരുകവിഞ്ഞവരായ ആളുകൾക്കുള്ള മറുപടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനോടൊപ്പം ഉയർത്തുന്ന, ഇലാഹിൻ്റെ പദവികളിലേക്ക് എത്തിക്കുന്ന, പാടി പുകഴ്ത്തിയിട്ടും മാല മൗലൂദുകൾ ചൊല്ലിയിട്ടും അള്ളാഹുവിൻ്റെ സ്ഥാനത്തിനോടൊപ്പം ഉയർത്തുന്ന ആളുകൾക്കുള്ള അള്ളാഹുവിൻ്റെ മറുപടിയാണ് മുഹമ്മദ് അബ്ദാണ്, അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ ലാ യുഅബദ്, ആരാധിക്കപ്പെടാൻ അർഹതയില്ലാത്തവനാണ്. അതിന് നേരെ എതിരാണ് അബ്ദ് എന്ന് പറയുന്ന വാക്ക്. അതിനെതിരായിട്ടുള്ള വാക്ക് മഅബൂദാണ്, ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. അത് അള്ളാഹുവാണ്. ഇലാഹ് എന്നുള്ള വാക്ക് മഅബൂദ് എന്നുള്ള അർത്ഥമാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയാണ്. അടിമ എപ്പോഴും മറ്റൊരാളോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക, പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല, ആരാധിക്കപ്പെടാൻ പാടില്ല. അതാണ് അബ്ദ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര കൃത്യമായ വിശേഷണമാണ് നൽകിയിട്ടുള്ളത്. ഇനി അബ്ദ് എന്ന് പറഞ്ഞാൽ അതൊരു മോശം വിശേഷണമാണ് അടിമ എന്ന് പറയുമ്പോൾ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടുന്ന് അബ്ദുഹു എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് പറഞ്ഞത്.
അള്ളാഹുവിലേക്ക് അടിമത്വം ചേർന്നാൽ അത് ഏറ്റവും മഹത്തരമായ കാര്യമായി. റബ്ബിൻ്റെ അടിമയാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെ പടച്ച ആ റബ്ബിൻ്റെ അടിമയാണ് ഇന്നയാളെന്ന് റബ്ബ് പറഞ്ഞാൽ എത്ര മഹത്തരമായ സ്ഥാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഉം മിഅ്റാജും പറഞ്ഞുകൊണ്ടുള്ള കാര്യത്തിൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ് എന്ന് വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത പുകഴ്ത്തുന്ന വാക്കാണ്. അള്ളാഹുവിൻ്റെ അടിമയാണ് അവിടെ, യഥാർത്ഥ അടിമ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അടിമ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത്തെ കാര്യം, ജുഫാത്തുകളുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. അവിടത്തേക്ക് വില കുറച്ച് കളയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ സാധാരണ മനുഷ്യന്മാരുടെ വാക്കുകളെ പോലെ കാണുക എന്ന് വെച്ചാൽ അതിനൊരു പഠനമൊക്കെ നടത്തി തള്ളാനും കൊള്ളാനും ഒക്കെ ഉള്ള വാക്കുകളായി മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിക്ക് അതങ്ങനെ മനസ്സിലായി, സാഹചര്യം, ശാസ്ത്രം ഇതെല്ലാം പരിഗണിച്ച് അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക, അല്ലെങ്കിൽ കാലത്തിന് യോജിക്കുകയില്ല എന്ന അഭിപ്രായം പറഞ്ഞ് ബഹുമാനപൂർവ്വം മാറ്റിവെക്കാം എന്നൊക്കെ പറയുക, അല്ലേ? സഹീഹ് ബുഖാരിയിലുള്ള ഹദീസുകൾ, ഇത് ബുഖാരി ഇമാമിൻ്റെ വാക്കിനെയാണ് അവരങ്ങനെ പറഞ്ഞത്. ആ ഹദീസുകൾ നമുക്ക് മാറ്റിവെച്ചേക്കാം, മുസ്ലിമിലെ ഹദീസ് മാറ്റിവെച്ചേക്കാം, അത് ബഹുമാനപൂർവ്വം. ആർക്കുമാണ് ഇവരുടെ ബഹുമാനം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മാറ്റിവെച്ചിട്ട് പറഞ്ഞാൽ ബഹുമാനപൂർവ്വം നമ്മളത് മാറ്റിവെക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനോടുള്ള ആദരവ്, അത് സ്വഹീഹാണെന്ന് അതിൻ്റെ പരമ്പര ഉറച്ചു കഴിഞ്ഞാൽ അത് സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ചിന്തിച്ചിട്ട് മനസ്സിലാക്കി കാലത്തിനൊത്ത് യോജിച്ച കാര്യമായി എന്നൊക്കെ സർട്ടിഫൈഡ് ആയാൽ, വിശ്വസിച്ചാൽ നീ നിൻ്റെ മുഹമ്മദ് റസൂലുള്ളാഹ് അത് ശരിയായിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിൽ താഴ്ത്തി കെട്ടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട, ബാഹ്യമായി ചിലപ്പോൾ അതിര് കവിഞ്ഞവരാണ് എന്ന് തോന്നുന്ന ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴ്ത്തി കെട്ടുന്ന ആളുകളുണ്ട്. ത്വരീഖത്തിൻ്റെ ഒക്കെ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയും, അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് അവരുടെ വലിയുടെ താഴെ മാത്രമാണ്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവരുടെ വലിയിൽ നിന്നും കിട്ടുന്ന ഇൽഹാമുകൾ ഹദീസുകളേക്കാൾ സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഹദീസുകളിൽ വന്ന റാവിമാരൊക്കെ മരിച്ചുപോയ ആളുകളാണ്. മരിച്ച ആളുകളുടെ സനദുകളാണ് നിങ്ങൾ ഹദീസായി വായിക്കുന്നത്. നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അള്ളാഹുവിന് നേരിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ത്വരീഖത്തിൻ്റെ ശൈഖിന് അറിയാം. അങ്ങനെ ഔലിയാക്കളെ എപ്പോഴും മുകളിൽ വെച്ചുകൊണ്ട് അമ്പിയാക്കളും അതിൽ തന്നെ നബിമാരെ റസൂലുമാരെ താഴ്ത്തി അങ്ങനെ ദർജയിലാണ് അവർ വിശ്വസിക്കുന്നത്. ആദ്യം വലിയകൾ, പിന്നെ റസൂലുമാർ, പിന്നെ നബിമാർ. ഇതാണ് അവരുടെ വിശ്വാസം. നിങ്ങൾക്കറിയുമോ, ഖളിർ അദ്ദേഹം നബിയല്ല വലിയാണെന്ന് ഇവർ വിശ്വസിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ആയത്തുകളിൽ നമുക്കറിയാം, അള്ളാഹു തആല ഖളിറിന് അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ ആധിപത്യം നൽകുന്നുണ്ട്. ചില ഇൽമുകൾ, വഹികൾ അള്ളാഹു നൽകിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ അറിയുന്നതാണ്. ഇത് ഇവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ പറയും ഖളിർ വലിയ. കണ്ടില്ലേ, മൂസ നബിയാണ്, ഖളിർ വലി മുകളിലെ സ്ഥാനമാണ്. അപ്പോൾ വലികൾ എപ്പോഴും മുകളിലാണ് എന്ന് പറഞ്ഞ് ആളുകൾ വഞ്ചിക്കും. ഇവരും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സമീപനത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കിൽ വഅന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുന്ന സത്യ സാക്ഷ്യത്തിൽ തെറ്റുപറ്റിയ ആളുകളാണ്. അതിനുശേഷം പിന്നീട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വഅന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാണ്. ഇവിടെയുമുണ്ട് രണ്ട് വിഭാഗം ആളുകൾ, അതിര് കവിഞ്ഞ നസാറാക്കൾ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ നബിയാണെന്ന് അംഗീകരിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള വാക്ക് പറഞ്ഞ ആളുകൾ. മൂന്നിലൊന്നാണ് ത്രിയേകത്വം വാദിക്കുന്ന ആളുകൾ, ശുദ്ധ അബദ്ധം. അതുപോലെ ബാക്കിയുള്ള പടപ്പുകളെല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് എന്ന് പറയുന്ന ശുദ്ധ അബദ്ധം പറയുന്ന ആളുകൾ, നസാറാക്കൾ, നസ്രാണികൾ, ക്രിസ്ത്യാനികൾ. പിന്നീടുള്ളത് സഹോദരങ്ങളെ യഹൂദികളാണ്. നഊദു ബില്ലാഹ്. അവർ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞത് ജാരസന്തതിയാണെന്നാണ്. നഊദു ബില്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു പിതാവ് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ
മറിയം ബീവിയെ വ്യഭിചാരിണിയാണ്, നഊദു ബില്ലാഹ്, അവർ പറയുകയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ചാരസന്തതിയാണ്, അദ്ദേഹത്തെ കൊല്ലേണ്ടതാണ്, അദ്ദേഹത്തെ കൊന്നിരിക്കുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അള്ളാഹു തആല പറഞ്ഞു വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവർ കൊല്ലുകയോ ക്രൂശിക്കുകയോ ചെയ്തിട്ടില്ല, അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. യഹൂദികൾ അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമോട്, അല്ല സകല അമ്പിയാക്കളോടും അവരങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അവരെ പിന്തുടരുന്ന മുസ്ലിമീങ്ങളെ അവർ വെറുതെ വിടുക? ഇതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു ഈസാ അള്ളാഹുവിൻ്റെ അടിമയാണ്, യാതൊരു പങ്കും അദ്ദേഹത്തിനില്ല, അള്ളാഹുവിൽ ഒരു പങ്കും അദ്ദേഹത്തിനില്ല, അള്ളാഹുവിൻ്റെ അടിമയാണ്. വകലിമതുഹു അൽഖാഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻ, അള്ളാഹുവിൻ്റെ കലിമത്താണ് ഈസ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കുൻ എന്ന് പറയുന്ന അവൻ്റെ വാക്കുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പടച്ചിട്ടുള്ളത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ പടച്ചതുപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുൻ എന്ന് പറഞ്ഞാണ് അള്ളാഹു തആല പടച്ചത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു ഉപ്പയോ ഉമ്മയോ ഇല്ലാതെയാണ് പടച്ചിട്ടുള്ളത്, മണ്ണിൽ നിന്ന്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണ് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. പിന്നീട് ഗർഭപാത്രത്തിൽ നിന്നും അദ്ദേഹം കുട്ടിയായി പ്രസവിച്ച് പുറത്തു വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിപ്പിച്ചിട്ടുള്ളത്. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിൻ്റെ ഗർഭപാത്രത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നാണ്. റൂഹും മിൻ, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ് എന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൂഹും മിൻ അള്ളാഹ്, അത് അള്ളാഹുവിൻ്റെ ഒരു ഭാഗമാണ് എന്നല്ല, മറിച്ച് നാഖത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അള്ളാഹു അതിന് ആദരവ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ബൈത്തുല്ലാഹ് എന്ന് കഅബയെക്കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഭവനം എന്നതിന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റൂഹും മിൻ, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം റൂഹ് ഊതപ്പെട്ടിട്ടാണ് ആര് ജനിക്കുന്നത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. കുൻ എന്ന് പറയപ്പെട്ടിട്ടാണ് ജനിക്കുന്നത്. ഇതും ഒരാൾ വിശ്വസിച്ചു. എന്താണ് അതിൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം വിശ്വസിക്കേണ്ടത് വൽ ജന്നത്തു ഹഖ്, സ്വർഗം സത്യമാണ്, വന്നാറു ഹഖ്, നരകവും സത്യമാണ്. എങ്കിൽ തൗഹീദും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാം കൃത്യമായി വിശ്വാസം ശരിയാക്കിയാൽ അദ്ഖലഹുല്ലാഹു ജന്നത അലാ മാ കാന മിനൽ അമൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത ആ പ്രവർത്തനങ്ങളോടെ തന്നെ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അദ്ഖലഹുല്ലാഹു ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അലാ മാ കാന മിനൽ അമൽ എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ വിവിധ അഭിപ്രായങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അവൻ്റെ അമൽ അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, അവൻ മുവഹിദാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലേ, എന്ത് പ്രവർത്തനമാണെങ്കിലും തൗഹീദ് ഉണ്ടെങ്കിൽ അവൻ ശാശ്വതനായി നരകത്തിൽ കിടക്കില്ല. അള്ളാഹു ഒരു ഘട്ടത്തിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാണ് അതിൻ്റെ അർത്ഥം. വേറെ ചിലർ പറഞ്ഞു അലാ മാ കാന മിനൽ അമൽ എന്ന് പറഞ്ഞാൽ തൗഹീദ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ഫദ്ൽ കഴിഞ്ഞാൽ വലിയൊരു കാരണമാണ്. പിന്നീട് അവൻ്റെ അമലുകൾക്കനുസരിച്ചിട്ട് അവൻ സ്വർഗത്തിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിലായിരിക്കും. മുവഹിദീങ്ങളെല്ലാവരും ഒരേ സ്ഥാനത്തല്ല. പണ്ഡിതന്മാർ പറയാറുണ്ട് യദ്ഖുലു നാസു അൽ ജന്നത ബിഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ജനങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വയതഫാവതൂന ഫീ ദറജാതിഹിം ബിഅമാലിഹിം, പിന്നീട് അവരുടെ സ്ഥാനം അവരുടെ അമലുകൾക്കനുസരിച്ചിട്ടാണ്. അപ്പം എന്താണ് അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ? തൗഹീദ് ഉണ്ടായാലും അമലുകൾ ചെയ്താലും റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. അള്ളാഹു തആലയുടെ ഔദാര്യമില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു അതിനൊരു കാരണം വെച്ചു, തൗഹീദ്. എന്നിട്ട് അള്ളാഹു തആല ആ കാരണം ചെയ്യുന്ന ആളുകൾക്ക് അവൻ്റെ ഔദാര്യം ഇട്ട് കൊടുത്തു, അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പിന്നീട് കൂടുതൽ അമലുകളുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസിലും സഹോദരങ്ങളും മനസ്സിലാക്കിയത് എന്താണ്? തൗഹീദ് അത് കൃത്യമായി സാക്ഷാത്കരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിച്ച ആളുകൾ എങ്ങനെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. തൗഹീദിന് ഫദ്ലാണെന്ന് അറിയിക്കാനുള്ള രണ്ടാമത്തെ തെളിവാണത്. മൂന്നാമത്തേത് വലഹുമാ ഫി ഹദീസ് ഇഅ്തിബാർ فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, فإن الله حرم على النار, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല മൻ ഖാല, ആരാണോ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വളരെ കൃത്യമായി ഹദീസിൽ പറയുന്നു, വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് പോരാ.
യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പറയണം. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ വജ്ഹ് കാണണം, റബ്ബിൻ്റെ മുഖം കാണണം എന്ന് പ്രതീക്ഷിച്ച് പറയണം. റബ്ബിൻ്റെ മുഖം ആർക്കാണ് കാണാൻ സാധിക്കുക? അള്ളാഹുവിന് തൃപ്തിയുള്ള ആളുകൾക്ക് മാത്രമാണ്. റബ്ബിൻ്റെ തൃപ്തി ഇല്ലാത്ത ആളുകൾക്ക് റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല. ആർക്കാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ റിള ഉണ്ടാകുക? അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുവഹിദീങ്ങൾക്കാണ്. അതല്ലാത്ത ആളുകൾക്കെല്ലാം തന്നെ ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കും. അതല്ലാത്ത ആളുകൾക്കെല്ലാം തന്നെ അള്ളാഹു തആല സ്വർഗം നിഷിദ്ധമാക്കും, അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കും എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ വളരെ കൃത്യമായി യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളത് വ്യാമോഹമാണ്. അതെന്താണെന്ന് അറിയണം, അതിൻ്റെ ഷർത്തുകൾ പാലിക്കണം, അതിൻ്റെ മഅന എന്താണെന്ന് അറിയണം. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇനി വജ്ഹല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് മാത്രമല്ല, മറിച്ച് വജ്ഹല്ലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ മുഖം എന്ന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി. അതാണ് വജ്ഹല്ലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി എന്നാണ്. അതിൻ്റെ താല്പര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തി ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളത്. കാരണം അള്ളാഹുവിനെ കാണണമെങ്കിൽ റബ്ബിൻ്റെ തൃപ്തി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ചില ഹദീസിൽ കാണാൻ സാധിക്കും, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമല്ലാഹു അലന്നാർ. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിച്ചു. എങ്ങനെ സാക്ഷ്യം വഹിച്ചു? സിദ്ഖൻ മിൻ ഖൽബിഹി, അവൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ നിന്നും സത്യസന്ധതയോടുകൂടി, വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതല്ല, സത്യസന്ധതയോടുകൂടി അറിഞ്ഞു മനസ്സിലാക്കി അങ്ങനെയുള്ള ആൾക്കാണ് ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അവന് നരകം നിഷിദ്ധമാക്കിയിട്ടല്ലാതെ ഇല്ല, നരകം നിഷിദ്ധമായിരിക്കും, നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, നരകത്തിലുള്ള നിഷിദ്ധമാക്കുക എന്ന് പറയുന്നതും അത് രണ്ട് രൂപത്തിലാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തഹരീം ഖുലൂദ് ഉണ്ട്, തഹരീം ദുഖൂലുണ്ട്. തഹരീം ഖുലൂദ് എന്ന് പറഞ്ഞാൽ എന്നെന്നും നരകത്തിൽ പ്രവേശിക്കുന്നത് അവൻ നിഷിദ്ധമാകും, പ്രവേശിക്കേണ്ടി വരും. എന്നൊന്നും പ്രവേശിക്കുക എന്നുള്ളത് അവൻ നിഷിദ്ധമായിരിക്കും. അവൻ്റെ തിന്മകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കും. എന്നാൽ തഹരീം ദുഖൂൽ എന്ന് പറഞ്ഞാൽ അവൻ നരകം സ്പർശിക്കുകയില്ല, നരകം അവൻ സ്പർശിക്കുകയില്ല. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള നിഷിദ്ധമാക്കൽ ഉള്ള ജനങ്ങളുണ്ട്. പൂർണ്ണമായി നിഷിദ്ധമാക്കി നരകത്തിലേ പ്രവേശിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ അവന് നരകത്തിൽ പ്രവേശിപ്പിച്ച് ശാശ്വതമായി അവിടെ കഴിയേണ്ടി വരിക എന്നുള്ള കാര്യം നിഷിദ്ധമായി സ്വർഗത്തിലേക്ക് പിന്നീട് പ്രവേശിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരാൾ ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും അയാൾക്ക് ഉപകാരമുണ്ടോ? ദുനിയാവിൽ ഉപകാരമുണ്ട്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അവനെ മുസ്ലിമായി പരിഗണിച്ചിരിക്കണം. അവൻ അതിനെതിരായി ബാഹ്യമായി എന്തെങ്കിലും ചെയ്യുന്നത് വരെ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാൽ നമ്മുടെ ബാധ്യത അത് മുസ്ലിമായി പരിഗണിക്കുക എന്നുള്ളതാണ്. ഖൽബിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല. എന്താണ് അതിനുള്ള തെളിവ് സഹോദരങ്ങളെ? വളരെ വ്യക്തമാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വളരെ അറിയപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ ഇവർ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയുണ്ടായി. ഈ വ്യക്തി അത്രയും നേരം ശത്രുപക്ഷത്തായി മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവസാനം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽപ്പെട്ടു. കൊല്ലപ്പെടുമെന്ന് ഭയപ്പെട്ട സമയത്ത് ഈ വ്യക്തി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അദ്ദേഹം വധിച്ചു കളയുകയുണ്ടായി. ശത്രുപക്ഷത്തിലുള്ള ആളെയാണ് അദ്ദേഹം വധിച്ചു കളഞ്ഞത്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നീ കൊല്ലുകയോ? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ കാന മുതഅവ്വിദ, അല്ലാഹുവിന്റെ റസൂൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരേ ചോദ്യം ആവർത്തിച്ചു. അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നീ വീണ്ടും കൊല്ലുകയോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഫമാ സാല യുകർരിറുഹാ അലയ്യ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ തമന്നൈതു അന്നി ലം അകുൻ അസ്ലംതു ഖബ്ല ദാലിക്കൽ യൗം, ഈ ദിവസത്തിന് മുമ്പ് ഞാൻ മുസ്ലിമാകാൻ പാടില്ലായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി. അത്രക്ക് പ്രയാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായ രൂപത്തിൽ ശകാരിച്ചു എന്നാണ്. ചില റിവായത്തിൽ കാണാം, അഫലാ ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹ അം ലാ, നീ അവൻ്റെ കൽബ് തുറന്നിട്ടുണ്ടോ, പിളർത്തി നോക്കിയിട്ടുണ്ടോ, അത് ശരിക്ക് പറഞ്ഞതാണോ അല്ലേ എന്ന് നിനക്ക് മനസ്സിലാകാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശകാരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരാൾ ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാൽ വ്യക്തമായി അതിനെതിരാകുന്ന ഒന്നും നമുക്ക് കണ്ടിട്ടില്ല എങ്കിൽ നമ്മളത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അയാൾ സമ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും, വേറെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വെറുതെ ഊഹിക്കാൻ പാടില്ല, അയാളുടെ ഇസ്ലാമിനെ സംശയിക്കാനും പാടില്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖൽബിൽ എന്താണുള്ളത് എന്ന് പരിഗണിച്ചിട്ടേ ഈ നാവിൻ്റെ ഈ വാക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അടുത്ത ഹദീസ് قال المصنف رحمه الله وعن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم. أبو سعيد الخدري ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ റബ്ബ്, എൻ്റെ റബ്ബേ, അല്ലിംനി ശൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹി, റബ്ബേ, നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നോട് ദുആ ചെയ്യാനായി എനിക്കൊരു വാക്യം പറഞ്ഞു തരൂ. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ഖാൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, അല്ലാഹുവേ, നിന്റെ എല്ലാ അടിമകളും അത് പറയുന്നുണ്ടല്ലോ. ഖാല യാ മൂസ ലൗ അന്ന അസ്സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അർദീന സബ്അ ഫീ കിഫ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസ, നീ മനസ്സിലാക്കുക, 7 ആകാശങ്ങളും അതിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും അതുപോലെ 7 ഭൂമികളും ഒരു തട്ടിൽ വെക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിൽ വെക്കുകയും ചെയ്താൽ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തട്ടാണ് താഴ്ന്നു പോകുക എന്ന് പറഞ്ഞു. അത്രയും ഭാരമുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റവാഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം, ഇബ്നു ഹിബ്ബാനും ഹാക്കിമും സഹീഹാണെന്ന് ഉദ്ധരിച്ച ഹദീസാണത്. പക്ഷേ സഹോദരങ്ങളെ, ഈ ഹദീസിനെ പല പണ്ഡിതന്മാർ, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ, ഷുഐബുൽ അർനൗത്ത് റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് സനദ് ജയ്യിദാണ്, നല്ലതാണ്, തരക്കേടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുൻഗാമികളായ പലരും, ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ അത് സഹീഹാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറഞ്ഞത് അത് ദഈഫാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അതിൻ്റെ പരമ്പര. പക്ഷേ ഇതിൽ പറഞ്ഞ ഇതിൻ്റെ ആശയം അത് പൂർണ്ണമായി ശരിയാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള പണ്ഡിതന്മാർ അതിനെ എന്തു ചെയ്തിട്ടുള്ളത്, അത് സ്വഹീഹാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ സനദിൽ കാര്യമായ, മത്തിനിൽ ടെക്സ്റ്റിൽ കാര്യമായ പ്രശ്നമുണ്ട് എങ്കിൽ ഒരിക്കലും അവരതിൻ്റെ സനദ് മാത്രം വെച്ചിട്ടത് പറയുകയില്ല. സനദ് അത് സഹീഹാണോ ദഈഫാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൽ പറയുന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫദ്ൽ അറിയിക്കുന്ന ഈ കാര്യം അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം മറ്റു പല റിവായത്തുകളിൽ, മറ്റു പല അതിനോ ബലപ്പെടുത്തുന്ന ഹദീസുകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ എന്താണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, ഒരു തട്ടിൽ ആകാശങ്ങൾ, 7 ആകാശങ്ങൾ, ഇതിൽ 7 ഭൂമികളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു തട്ടിൽ വെക്കുകയാണ്. അതിൽ വസിക്കുന്നവരും മനുഷ്യരും ജിന്നുകളും മലക്കുകളും എത്ര ഭാരിച്ചതായിരിക്കും അത്, ചിന്തിച്ചു നോക്കുക. അതൊരു തട്ടിലാണ്. ഇപ്പുറത്തെ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു കലിമത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ട് താഴ്ന്നിരിക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ട് സഹോദരങ്ങളെ അത് താഴ്ന്നിരിക്കും. അത്രയും ബലവത്തായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ പടക്കാനുണ്ടായിരുന്ന കാരണം തന്നെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഖിയാമത്ത് നാളും സ്വർഗവും നരകവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത്രയും ബലമുള്ള, ഭാരമുള്ള ഒരു വാക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ഹദീസിൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ശ്രേഷ്ഠത അതാണ്. അതിനുശേഷം കൊടുത്തിരിക്കുന്നു വലിത്തിർമിദി വഹസ്സനഹു അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാൽ. ഇമാം തിർമിദി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ്. ഇമാം തിർമിദി ഈ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല അല്ലാഹു തആല,
അള്ളാഹു തആല പറഞ്ഞു. അഥവാ ഖുദ്സിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഹദീസുകൾക്കാണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? യബ്ന ആദം, ആദം സന്തതികളെ. നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ടുള്ള കാര്യമാണ്. യബ്ന ആദം, ആദം സന്തതികളെ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമി നിറയെ, ഖുറാബ് അല്ലെങ്കിൽ ഖിറാബ് എന്ന് രണ്ടും പറയാം, മില്ല് നിറയെ എന്നാണ് ആ വാക്കിനർത്ഥം. ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ തിന്മകളുമായി നീ എന്നെ അടുക്കലേക്ക് വന്നു, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വന്നു, നാളെ റബ്ബിനെ കണ്ടുമുട്ടി. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈആ, അങ്ങനെ നീ എന്നെ കണ്ടുമുട്ടുമ്പോൾ നീ ഷിർക്കൊന്നും ചെയ്യാത്ത, നിന്നിൽ യാതൊരു ഷിർക്കുമില്ലാത്ത അവസ്ഥയിൽ മുവഹിദായിക്കൊണ്ടാണ് എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ അള്ളാഹു ആ തൗഹീദ് കൊണ്ടുള്ള, ഷിർക്ക് കലരാത്ത തൗഹീദ് കൊണ്ടുള്ള ഉപകാരം നമ്മെ അറിയിക്കുന്നു. ലഅതൈതുഹാ ബിഖുറാബിഹാ മഗ്ഫിറ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നിറയെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ പാപങ്ങൾ മുഴുവൻ മായ്ച്ചു തരുന്നതാണ്. ഭൂമി നിറയെ ചെയ്ത പാപങ്ങൾ തൗഹീദ് കൊണ്ടാണ് പരലോകത്ത് എത്തിയിട്ടുള്ളത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകൾക്ക് അത്രയും കണക്കാക്കി മഗ്ഫിറത്തിനെ അള്ളാഹു നമുക്ക് നൽകും, പാപമോചനം നൽകും എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ്, പാപങ്ങളെ മായ്ച്ചു കളയാൻ തൗഹീദുണ്ട്. സഹോദരങ്ങളെ, ഈ ഇത്രയും പാപങ്ങൾ ചെയ്തൊരു വ്യക്തി അയാൾ തൗഹീദ് ഇല്ലാതെയാണ് പ്രവേശിക്കുന്നതെങ്കിലോ അള്ളാഹു ഒന്നും തന്നെ പുറത്തു തരികയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. മരണശേഷമാണ് പറയുന്നത്. ദുനിയാവിൽ ഒരാൾ ഷിർക്ക് ചെയ്തിട്ട് അള്ളാഹു ഇസ്തിഗ്ഫാർ തേടിയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷേ ആ ഷിർക്കിലായി മരണപ്പെട്ടാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെട്ട കാര്യം ഷിർക്ക് പുറത്തു തരികയില്ല. എന്നാൽ അതല്ലാത്ത തിന്മകൾ, ഈ പറഞ്ഞതുപോലെ ഭൂമി നിറയുള്ള തിന്മകൾ, വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ള തിന്മകൾ അള്ളാഹു പുറത്തു തരും. പക്ഷെ ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്. അതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. തിന്മകൾ ചെയ്യാൻ തൗഹീദുണ്ടല്ലോ. ഇത് പിശാച് നമ്മളെ തിന്മകളുടെ, നരകങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കാര്യമാണ്. കാരണം ലിമൻ യശാ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. വയഗ്ഫിറു മാ ദൂന ദാലിക എന്ന് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റും. പക്ഷെ ലിമൻ യശാ, അള്ളാഹു ആരുടെ കാര്യത്തിലാണ് ഉദ്ദേശിക്കുക നമുക്കറിയില്ല. നമ്മുടെ കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ, നമ്മുടെ നിസ്സാരമായൊരു തിന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് നമ്മൾ തിന്മകളെ പേടിക്കണം. തൗഹീദ് കൊണ്ടുള്ള നിർഭയത്വം ഒരിക്കലും നമ്മളെ തിന്മകളിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്. മറിച്ച് തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മളെ തിന്മകളിൽ നിന്നും തടയുകയാണ് വേണ്ടത്. ഇത്രയും തെളിവുകളാണ് സഹോദരങ്ങളെ അദ്ദേഹം തൗഹീദിൻ്റെ ഫദ്ലും അതുകൊണ്ട് പാപങ്ങളെല്ലാം പുറത്തു തരും എന്ന് പറയാനുമായി ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദിൻ്റെ എല്ലാ ഫദ്ലുകളും അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. മാഗ സമയമായോ?